പെട്രോൾ കയറ്റുമതി നിരോധിച്ചു റഷ്യ. ആഭ്യന്തര വിപണിയിൽ പെട്രോളിൻ്റെ ക്ഷാമം പരിഗണിച്ചാണ് റഷ്യ ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഇത് ലോകത്തിന് നൽകുന്ന വളരെ ഭീകരമായ ഒരു സൂചനയാണ്. ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിലും അതിൻ്റെ സംഭരണശേഷിയുമൊക്കെ ഉള്ള രാജ്യം അവരുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നതിനെയാണ് ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുന്നത്. ഇതുവരെ ഒരു യുദ്ധസമയത്തും അത്തരമൊരു നിയന്ത്രണം റഷ്യ നടത്തിയിരുന്നില്ല. ഇന്ത്യ അടക്കം ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണവുമില്ലാതെ വിലക്കയറ്റം കുതിച്ച് ഉയരുകയാണ്. ഇറാനോട് ചെയ്യാൻ കഴിയുന്നത് അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ തകർക്കുക, ഇരുട്ടിലാക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ലോകം നിശ്ചലമായി പോകുന്നൊരവസ്ഥയിലേക്ക് ഈ യുദ്ധത്തെ കൊണ്ടെത്തിക്കാൻ ഈ ബെടുക്കൂസുമാരായ ഈ ട്രംപിൻ്റെയും അതുപോലെ തന്നെ നെതന്യാഹുവിൻ്റെയും ഇതിന് കഴിയുമോ എന്നാണ് ഇന്ന് ലോകം ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം. കാരണം കാര്യങ്ങൾ നീങ്ങുന്നത് അത്തരമൊരു ദിശയിലേക്കാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടിലെ വിമാനത്തിൻ്റെ ഇന്ധന ചാർജ് ഗണ്യമായി കുതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വിമാന സർവീസ് ഉൾപ്പെടെ വലിയ വിലയിലേക്ക് പോവുകയാണ്. എന്തിന് അമേരിക്കയിലെ പോലും ഉൽപ്പന്നങ്ങളുടെ വില ഗണ്യമായി വർദ്ധിക്കുകയാണ്. എന്തിനാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ചോദിച്ചാൽ യാതൊരു ഉത്തരവുമില്ലാത്തൊരു യുദ്ധത്തിന് വേണ്ടി ഈ പറയുന്ന അത്രയും പ്രതിസന്ധി ലോകത്തിന് മുഴുവൻ ഇവർ രണ്ടുപേരും കൂടി നൽകുന്നു എന്നതാണ് സ്ഥിതിവിശേഷം. ഇന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അടക്കമുള്ളവ പ്രീമിയം പെട്രോളുകൾക്ക് വൻ വില വർധനവ്, ഏതാണ്ട് 10 രൂപയും 15 രൂപയും ഒക്കെയോളം വില വർദ്ധിപ്പിച്ചു. പണ്ടൊക്കെ ഇന്ധനവില കൂട്ടുന്നത് 1 രൂപ 50 പൈസ 30 പൈസ 3 രൂപയൊക്കെ ആയിരുന്നെങ്കിൽ ഇതേ കുതിപ്പാണ് ഏപ്രിൽ 30-ന് ശേഷം ഇന്ധനത്തിന് പൊതുവിലുണ്ടാകാൻ പോകുന്നത്. കാരണം ഏപ്രിൽ 30-ന് ഇലക്ഷൻ അവസാനിക്കും. അതോടുകൂടി കേന്ദ്ര സർക്കാർ ആ കുറച്ച തീരുവ പുനഃസ്ഥാപിക്കും. അതോടുകൂടി ഇന്ധനവില കുതിച്ചുയരും എന്ന് മാത്രമല്ല, അത് കുതിച്ചുയരുന്നതോടുകൂടി എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കും. നമ്മൾ കാണേണ്ടത് ഈ അമേരിക്ക ഇറാനിൽ ഇസ്രയേലുമായി ചേർന്ന് നടത്തിയ ഈ യുദ്ധത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടുംപുറങ്ങളിലുള്ള സാധാരണക്കാരായ പെട്ടിക്കടക്കാരുടെ വരെ കുടുംബജീവിതം പ്രയാസത്തിലായിരിക്കുകയാണ്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അടച്ചിരിക്കുന്നു. വലിയ വലിയ ഹോട്ടലുകളിലൊന്നും ഡൈനിങ് ഫെസിലിറ്റീസ് ഇല്ല. എന്തെങ്കിലുമൊക്കെ ആഹാരങ്ങൾ പറയുന്നത് ഉണ്ടാക്കി കൊടുത്ത് നമ്മളിലെ പഞ്ഞകാലത്തെ മറികടക്കുന്നത് പോലെ കഴിഞ്ഞു പോവുകയാണ്. വളരെ ഭീകരമായൊരവസ്ഥയിലേക്കാണ് ഈ രണ്ട് ഭ്രാന്തന്മാർ കൂടി ലോകത്തെ കൊണ്ടുപോകുന്നത്. അതിനിടയിലാണ് റഷ്യ എണ്ണ കയറ്റുമതി നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഓരോ രാജ്യങ്ങളും എണ്ണ കയറ്റുമതി നിയന്ത്രിക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെയും ചെയ്യുന്നതോടുകൂടി ഈ പറയുന്ന പ്രതിസന്ധി അതിരൂക്ഷമായി മാറും. ഇതിനിടയിൽ ഇറാന് എണ്ണ വിൽക്കാൻ അനുമതി നൽകി അമേരിക്ക. ആ എണ്ണക്കച്ചവടത്തിലൂടെ അവർ സമ്പത്ത് ആർജിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ പൊട്ടന്മാർ എന്തിനാണ് യുദ്ധം ചെയ്തത്? ഒരു 85 വയസ്സും 87 വയസ്സും 70 വയസ്സും ഒക്കെ ആയ 4-5 പേരെ കൊന്നുകളഞ്ഞാൽ ഒരു രാജ്യം അങ്ങില്ലാതാകുമോ? അങ്ങനെയാണെങ്കിൽ എല്ലാ രാജ്യത്തിൻ്റെയും ചരിത്രത്തിൽ എത്രയോ ഭരണാധികാരികൾ മരണപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ആ രാജ്യങ്ങൾ ഇല്ലാതായോ? സത്യം പറഞ്ഞാൽ ഉത്തരമില്ലാത്ത ചോദ്യമാണ്. ഒരു യുദ്ധഭ്രാന്തിൻ്റെ ഇരയാവുകയാണ് ലോകം മുഴുവനും.